ഇന്ന് നോക്കുന്നത് യൂണിവേഴ്സിറ്റി LGS മെയിൻസിലെ ആൻസർ കീയാണ്. ആദ്യത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ആൻസർ ഓപ്ഷൻ സി, ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. അടുത്തത്, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അടുത്തത്, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങൾ. അടുത്തത്, കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ആൻസർ ഓപ്ഷൻ എ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്തത്, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരു. അടുത്തത്, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? അയ്യപ്പൻ. ആൻസർ ഓപ്ഷൻ സി, അയ്യപ്പൻ. അടുത്തത്, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ആൻസർ ഓപ്ഷൻ എ, തോമസ് ഹാർവേ ബാവർ. അടുത്തത്, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, പുന്നപ്ര വയലാർ സമരം. അടുത്തത്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആൻസർ ഓപ്ഷൻ ബി, ആശിഷ് ജിതേന്ദ്ര ദേശായി. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി, തൃശ്ശൂർ. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? ആൻസർ ഓപ്ഷൻ എ, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. അടുത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ആൻസർ ഓപ്ഷൻ ബി, നിസ്സഹകരണ സമരം. അടുത്തത്, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? ആൻസർ ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത്, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാര്? ആൻസർ ഓപ്ഷൻ ഡി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ എ, ബാലഗംഗാധര തിലക്. അടുത്തത്, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ ബി, 44-ാം ഭരണഘടനാ ഭേദഗതി. അടുത്തത്, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, പ്രഗ്യാൻ. അടുത്തത്, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ആൻസർ ഓപ്ഷൻ ഡി, VP മേനോൻ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ എ, പോണ്ടിച്ചേരി. അടുത്തത്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗന്മാർ? ആൻസർ ഓപ്ഷൻ ഡി, KM പണിക്കർ. അടുത്തത്, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ, ജർമ്മനി. അടുത്തത്, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി, മംഗൾയാൻ. അടുത്തത്, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ബ്രസീൽ. അടുത്തത്, കേരളം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 2-3 തന്നിട്ടുണ്ട്. അതിൽ ആൻസറായി വരുന്നത് ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം ശരിയാണ് എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത്, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അതായത് 2023 വയലാർ അവാർഡ് ലഭിച്ച S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക് എന്നുള്ളതാണ്. 2 മാത്രമാണ് തെറ്റായി വരുന്നത്. അടുത്തത്, ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3, 4 എന്നിവയാണ് ശരിയായ പ്രസ്താവനയായി വരുന്നത്. അടുത്തത്, ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് വരുന്നത്. ഹിമാലയൻ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ നിര എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. അതുപോലെ തന്നെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു എന്നുള്ളതും ശരിയാണ്. അടുത്തത് വരുന്നത്,
ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി 2ഉം 3ഉം. അതായത് ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു എന്നുള്ളതും ശരിയാണ്. അടുത്തത് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായി വരുന്നത്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറോമണ്ടൽ തീരസമതലം മാത്രമാണ് തെറ്റായി വരുന്നത്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായി വരുന്നത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്, അതുപോലെ തന്നെ ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് എന്നുള്ളതാണ് ശരിയായി വരുന്നത്. അടുത്തത് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഈ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. അടുത്തത് കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം എന്നുള്ളതാണ് തെറ്റായി വരുന്നത്. അടുത്തത് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരിയായി വരുന്നത്. അടുത്തത് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയല്ലാത്തത്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 3ഉമാണ്. അതായത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടും കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം എന്നുള്ളതാണ് ശരിയായി വരുന്നത്. അടുത്തത് കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ്. അതായത് അഴീക്കൽ, കണ്ണൂർ, പൊന്നാനി, മലപ്പുറം എന്നിവയാണ് ശരിയായത് വരുന്നത്. അടുത്തത് കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസറായി വരുന്നത് ഇതിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. താഴെ തന്നിട്ടുള്ള എല്ലാതും ശരിയാണ്. അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ചവ ജോഡികൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. അതായത് കരിമ്പുഴ മലപ്പുറം ജില്ലയിൽ, അതുപോലെ തന്നെ ചെന്തുരുണി കൊല്ലം ജില്ലയിൽ. ഇത് 2ഉമാണ് ശരിയായി വരുന്നത്. അടുത്തത് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 3ാമത് മാത്രമാണ് തെറ്റായത്. അതായത് 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് തെറ്റായി വരുന്നത്. അടുത്തത് കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിൽ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. അടുത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 1ാമത് മാത്രം. അതായത് കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി എന്നുള്ളത് മാത്രമാണ് തെറ്റായ പ്രസ്താവന. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 2 മാത്രം. അതായത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ വൈ ചന്ദ്രചൂഡ് എന്നുള്ളതാണ് തെറ്റ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ആൻസർ ഓപ്ഷൻ സി ഹോക്കി. അടുത്തത് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. അടുത്തത് 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡിൻ. അടുത്തത് കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി മോഹിനിയാട്ടം. അടുത്തത് അമ്മ എന്ന നോവൽ എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ എ മാക്സിം ഗോർക്കി. അടുത്തത് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ആൻസർ ഓപ്ഷൻ എ അരീന്ദം ബാഗ്ചി. അടുത്തത് ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ലോക്പാൽ. അടുത്തത് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആൻസർ ഓപ്ഷൻ ബി ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. അടുത്തത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലെസസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്നാണ്. അപ്പോൾ ഈ ചോദ്യം തെറ്റായ ചോദ്യമാണ്. അടുത്തത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ആൻസർ ഓപ്ഷൻ ഡി 2023.
അടുത്തത് ശങ്കരീനം തക്കാളി അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി ഹരിത. അടുത്തത് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏത്? ആൻസർ ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. അടുത്തത് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ആൻസർ ഓപ്ഷൻ ബി കീലസന്ധി. അടുത്തത് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. ആൻസർ ഓപ്ഷൻ സി ട്രക്കിയ. അടുത്തത് ജീവികളും ശാസ്ത്രീയ നാമവും തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡി ഏതെല്ലാം എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 3 ആണ് ശരിയായ ജോഡി. പൂച്ചയും അതുപോലെ കാക്കയുമാണ് ശരിയായ ജോഡി വരുന്നത്. അടുത്തത് ജീവികളും ഹൃദയ അറകളും തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്. എ 3, ബി 4, സി 1, ഡി 2 എന്നതാണ് ആൻസറായി വരുന്നത്. അടുത്തത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. അടുത്തത് നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി എസ് സോമനാഥ്. അടുത്തത് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. ആൻസർ ബി ആണ്, പ്രഗ്യാനാണ് വരുന്നത്. അടുത്തത് ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ന്യൂട്ടൺ. അടുത്തത് 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? ആൻസർ ഓപ്ഷൻ എ 4 ഡയാപ്റ്റർ. 4 ഡയാപ്റ്റർ. അതെല്ലാം ഡയാപ്റ്ററിലാണ് തന്നിരിക്കുന്നത്. 4 ഡയാപ്റ്ററാണ് ആൻസറായി വരുന്നത്. അടുത്തത് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ ബി കാർബൺ 14. അടുത്തത് ഒരു കുതിരശക്തി അതായത് 1 HP എന്നത് ഡാഷ് വാട്ട് ആകുന്നു. ആൻസർ ഓപ്ഷൻ ഡി 746 വാട്ട്. അടുത്തത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ എ മാതൃജ്യോതി പദ്ധതി. അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ആൻസർ ഓപ്ഷൻ എ ത്വക്ക്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായി. അതായത് ക്ഷയം ബാക്ടീരിയയാണ്, അതുപോലെ തന്നെ നിപ്പ വൈറസാണ്. ഇത് രണ്ടുമാണ് ശരിയായി വരുന്നത്. അടുത്തത് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. അടുത്തത് വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് ശരി. അതായത് ക്ഷയരോഗം, ചിക്കൻ ബോക്സ്. അടുത്തത് സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ആൻസർ ഓപ്ഷൻ ബി വൈറ്റമിൻ എ. അടുത്തത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ എ 2014 നവംബർ 9. അടുത്തത് ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി കണ്ണ്. അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? ആൻസർ ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 28. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ എലിപ്പനി. അടുത്തത് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി മലേറിയ. അടുത്തത് മാനസികാരോഗ്യ വിമുക്തരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി സ്നേഹക്കൂട്. അടുത്തത് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. അടുത്തത് ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി നെഫ്രൈറ്റിസ്. അടുത്തത് 8/125 തുല്യമായത് ഏത്? ആൻസർ ഓപ്ഷൻ സി 0.064. അടുത്തത് 3 × 25 - 32 ഹരിക്കണം 4 + 10 - 18 എത്ര? ആൻസർ ഓപ്ഷൻ എ 59. അടുത്തത് 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും? ആൻസർ ഓപ്ഷൻ ഡി 15 സെക്കൻഡ്. അടുത്തത് ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി 43 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്ര? ആൻസർ ഓപ്ഷൻ എ 42.75 കിലോഗ്രാം.
അടുത്തത് 1/2 പ്ലസ് 3/16 പ്ലസ് 5/64 എത്ര? ആൻസർ ഓപ്ഷൻ ബി 49/64. അടുത്തത് 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എത്ര? ആൻസർ ഓപ്ഷൻ ബി 10,000. അടുത്തത് 48 കിലോമീറ്റർ പെർ മണിക്കൂറിൽ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? ആൻസർ ഓപ്ഷൻ സി 240 കിലോമീറ്റർ. അടുത്തത് താഴെ കൊടുത്തിട്ടവയിൽ 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏത്? ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നതെല്ലാം തെറ്റാണ്. കാരണം 1/2 അതുപോലെ തന്നെ 3/4 അതെല്ലാം തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് വിചാരിക്കാം. അടുത്തത് 13/7, 16/7, 19/7 ഡാഷ് എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം എത്ര? ആൻസർ ഓപ്ഷൻ എ 4. അടുത്തത് 3/4, 5/8 എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 3ൻ്റെയും 5ൻ്റെയും LCM എടുക്കുക, അതുപോലെ തന്നെ 4ൻ്റെയും 8ൻ്റെയും HCF എടുക്കുക. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് 4, 8 എന്ന് പറയുമ്പോൾ അതിൽ കോമൺ ആയി വരുന്നത് 2 വരുന്നത് അല്ലേ. 2 അല്ലെങ്കിൽ 4 എന്ന് എടുക്കാം. ഇതിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 1/4 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യം തെറ്റാണ്. അടുത്തത് ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1000 രൂപ. അടുത്തത് റൂട്ട് ഓഫ് 0.111 ഡാഷ് ഇൻറ്റു 0.444 ഇതിന് തുല്യമായത് എത്ര എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി 0.222 എന്നാണ് ആൻസറായി വരുന്നത്. അടുത്തത് സ്കൂൾ അസംബ്ലിയിൽ 10A ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും 25-മതും പിന്നിൽ നിന്നും 13-മതുമാണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി 37 പേർ. അടുത്തത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? ആൻസർ ഓപ്ഷൻ ഡി 50.5. അടുത്തത് രാജുവിന് അവൻ്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാകും എങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ ബി 15. അടുത്തത് 100 × 83 × 39 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര? ആൻസർ ഓപ്ഷൻ എ 6. അടുത്തത് 6:210 10:10 ഡാഷ് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 990. അടുത്തത് 57 + 61 + 65 + 69 + 73 + 77 ÷ 30 എത്ര? ആൻസർ ഓപ്ഷൻ എ 13.4. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക. 179, 157, 113, 164. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 164. അടുത്തത് -2, 1, 6, 13 ഡാഷ് അടുത്ത സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ എ 22. നമ്മൾ 100 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഈ ആൻസറുകൾ വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡ് ഡി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.